ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 10th പ്രിലിംസിൻ്റെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി അല്ലേ? എല്ലാവരും നല്ല പഠനത്തിലായിരിക്കും. അപ്പോൾ ഈ അടുത്ത് നടന്ന LGS ലെവൽ എക്സാം ഇല്ലേ, അതിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ എന്താ പറയുക വിവരങ്ങളും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവും വീഡിയോ. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് പോവാം. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം പറവൂർ. ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് 2026 മെയ് 18-നാണ്. പൂർണ്ണമായ നാമം വടശ്ശേരി ദാമോദരൻ സതീശൻ. ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ആദം നീ എവിടെയാകുന്നു. ഇദ്ദേഹം 24ാമത് മുഖ്യമന്ത്രിയും 13ാമത് വ്യക്തിയുമാണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം ഗ്യാനേഷ് കുമാർ. 2025 ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം സ്ഥാനമേറ്റത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ, ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ, ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷണർ വിജയ കിഷോർ രഹത്കർ. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം 2019 മുതൽ ഈ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. കേരളത്തിലെ പുതിയ നിയമസഭാ സ്പീക്കറായി നിയമിതനായത് ആര്? ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇദ്ദേഹം മത്സരിച്ചത് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. 101 വോട്ടോടുകൂടിയാണ് വിജയിച്ചത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാനിമോൾ ഉസ്മാൻ. അരൂർ മണ്ഡലത്തിൽ നിന്നാണ് ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. PC വിഷ്ണുനാഥ് സാംസ്കാരികം, വിനോദസഞ്ചാരം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA ആണ് ഫാത്തിമ തഹ്ലിയ. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം K മുരളീധരൻ. അതുപോലെ മറ്റ് മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും: OJ ജനീഷ് കായികം, N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, PK ബഷീർ പൊതുമരാമത്ത്, സണ്ണി ജോസഫ് വൈദ്യുതി പാർലമെൻ്ററി കാര്യം. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ്, T സിദ്ദിഖ് കൃഷി വകുപ്പ്, അതുപോലെ ബിന്ദു കൃഷ്ണ തൊഴിൽ മൃഗസംരക്ഷണം. ഈ ഒരു എക്സാമിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും പിന്നെ അതുപോലെ അവർ മത്സരിച്ച മണ്ഡലങ്ങളുമാണ്. അതുകൊണ്ട് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ ആര്? ഉത്തരം AK ബാലസുബ്രഹ്മണ്യൻ. 2026 ജനുവരി 1 മുതലാണ് ഇദ്ദേഹം സ്ഥാനമേറ്റത്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാത പെയിൻറ്റിംഗ് ഏത്? ഉത്തരം യശോദയും കൃഷ്ണനും. ഇത് രാജാ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് ആണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം KG ശങ്കരപിള്ള. 2025 വയലാർ അവാർഡ് ജേതാവ് E സന്തോഷ് കുമാർ. 49ാമത് വയലാർ അവാർഡാണ് E സന്തോഷ് കുമാറിന് കിട്ടിയത്. 2026 ജ്ഞാനപീഠ ജേതാവ് R വൈരമുത്തു. ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് തമിഴ് ഭാഷയിലെ സാഹിത്യ സംഭാവനകൾക്കാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ തമിഴ് സാഹിത്യകാരനാണ് R വൈരമുത്തു. 2003 പത്മശ്രീയും 2014 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ നോവലാണ് കള്ളിക്കാട് ഇതിഹാസം. പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത് കരുവാച്ചി കാവ്യം, തണ്ണീർദേശം, മൂന്നാം ഉലകപ്പോർ. 2026 ജ്ഞാനപീഠത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ നോട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണേ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം AP അനിൽകുമാർ. മോൻസ് ജോസഫ് ജലസേചന വകുപ്പ് മന്ത്രി, KM ഷാജി തദ്ദേശ സ്വയംഭരണം, K മുരളീധരൻ ആരോഗ്യം, ഷിബു ബേബി ജോൺ വനം നൈപുണ്യ വികസനം. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? ഉത്തരം പറവൂർ. അതുപോലെ കുറച്ച് മന്ത്രിമാരും അവർ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് താഴെ തന്നിട്ടുള്ളത്. റോജി M ജോൺ അങ്കമാലി, PC വിഷ്ണുനാഥ് കുണ്ടറ, രമേശ് ചെന്നിത്തല ഹരിപ്പാട്, KA തുളസി കോങ്ങാട്. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ കേരള പോലീസാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം. ഉത്തരം മമ്മൂട്ടി. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. ഉത്തരം ഡോക്ടർ വി നാരായണൻ. 2025 ജനുവരി 14 മുതലാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. S സോമനാഥിൻ്റെ പിൻഗാമിയായിട്ടാണ് ഡോക്ടർ വി നാരായണൻ ചുമതലയേൽക്കുന്നത്. കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. ഇതിൽ വാക്സിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. കാലിക്സ് കൊക്ക, അതാണ് വാക്സിൻ്റെ പേര്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതിൽ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ പദവികൾ, അതായത് 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവരുടെ എന്താ പറയുക ഇലക്ഷനിൽ മത്സരിച്ച മണ്ഡലങ്ങൾ, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി കാണുക. അതുപോലെ 2026 ജ്ഞാനപീഠ ജേതാവായ R വൈരമുത്തുല്ലേ, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വേറൊരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണുക. പിന്നെന്താ പറയാനില്ലേ, ഓപ്പറേഷൻ തൂഫാനില്ലേ, ആ തൂഫാനെ കുറിച്ചിട്ടുള്ളതും ഞാനിങ്ങനെ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആകുമ്പം നമുക്ക് ഇച്ചിരി ബോറടി കൂടുതലായിരിക്കും അല്ലേ. ഷോർട്സ് ആകുമ്പോൾ വേഗം ഒന്ന് കണ്ട് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ഷോർട്സായിട്ട് ഇടുന്നത്. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കണേ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇക്കഴിഞ്ഞ LGS എക്സാമില്ലേ, അതിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കാര്യങ്ങളുണ്ടാവില്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേഗം തന്നെ ഇടാം. എക്സാമിന് മുന്നേ നമുക്കത് പഠിച്ചു തീർക്കാമല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.